പ്രൈസ് ദി ലോർഡ്. ആത്മീയരുടെ കുടുംബജീവിതത്തിൽ വന്നെത്തുന്ന തകർച്ചകൾ എന്നുള്ള ടൈറ്റിലിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു തിരുവചന സന്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ആ സന്ദേശം നൽകാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നവരുടെ വിഷയങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ പലരും ദീർഘനാളുകളായി ദൈവത്തെ അറിഞ്ഞ് ആ ഒരു ആത്മീയ നിലവാരത്തിൽ ജീവിച്ചിട്ടും അവരുടെ കുടുംബത്തിലെ തകർച്ചകൾ, തലമുറകളുടെ അനുസരണക്കേടുകൾ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാത്ത സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ദൈവസന്നിധിയിൽ കുറച്ച് സമയം ഇരിക്കുകയും പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് അങ്ങനെ ഒരു സന്ദേശം നൽകിയത്. ആ സന്ദേശം കേട്ട ധാരാളം ആളുകൾ വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. മെസ്സേജുകളിലൂടെയും വാട്സാപ്പ് നമ്പറുകളിലൂടെയും ഒക്കെ വളരെ സത്യസന്ധമായ ദൈവവചനത്തിൻ്റെ ആഴങ്ങളാണ് ഇതെന്നും മുൻപ് ഇത്ര ഗൗരവമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊന്നും കേട്ടിട്ടില്ലെന്നും പറയുകയുണ്ടായി. അന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് തിരുവചനത്തിൽ നിന്ന് ഞങ്ങളോട് പറയണമെന്ന്. അവർക്ക് വേണ്ടിയുള്ള ഒരു സന്ദേശമാണ് ഇന്നത്തെ ഈ ഒരു മെസ്സേജ്. അതിനോട് തന്നെ അനുബന്ധമായിട്ട് നാം ചില കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിലും പ്രാർത്ഥനയിലും, ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ എന്നറിയത്തില്ല, ഒരു പുതിയൊരു അറിവായിരിക്കാം ഇത്. ഞാൻ വചനത്തിൻ്റെ അകത്ത് 2 ഭാഗങ്ങളിൽ ഞാൻ ഒരേ കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അത് കാണുന്നുണ്ട്. അപ്പം ഞാനത് വായിക്കുകയും ധ്യാനിക്കുകയും ജീവിതവുമായിട്ട് ചേർത്ത് പഠിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിനെ ഒരു മെസ്സേജ് ആക്കണമെന്നും സ്ഥിരമായിട്ട് നമ്മുടെ ദൈവവചന സന്ദേശം കേട്ടുകൊണ്ട് ആത്മീകമായി അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അവരിലേക്ക് എത്തിക്കണമെന്നും ആഗ്രഹിച്ചു. ഇത് എന്താണെന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഇത് ദിവസം തോറുമുള്ള ഒരു പൈശാചിക തന്ത്രമാണ്. ഇതിനെ ഞാനൊരു പൈശാചിക തന്ത്രം എന്ന് പറയാനായിട്ടുള്ള കാരണം, ഇത് പാപത്തിൻ്റെ ഒരു വശീകരണ ശക്തിയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് തീർത്തും പൈശാചിക ശക്തി തന്നെയാണ്. അതിൻ്റെ കാരണം, ഇതിങ്ങനെ വരുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്നും ഒരു കുടുംബത്തെ തകർക്കാനാണ്, അല്ലെങ്കിൽ ദൈവം വിളിച്ച വ്യക്തിയെ തകർക്കാനാണ്. ഞാൻ 2-3 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. എന്തൊക്കെയാണ് അതെന്നുള്ളത് വേഗത്തിൽ ഞാനൊന്ന് നിങ്ങളോട് പറയാം. 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമെന്ന് പറയുന്നത്, ദിവസം തോറും അവൾ ആ വാക്കുകളാൽ അവനെ അസഹ്യപ്പെടുത്തി. അസഹ്യപ്പെടുത്തിയതിന് ശേഷം അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ മരിക്കാൻ തക്കവണ്ണം പറയുന്നത്, ഭയപരവശനായി തീർന്നതിന് ശേഷം ഉള്ളം മുഴുവനും അവളോട് അറിയിച്ചു. ഇത് എഴുതിയിരിക്കുന്നത് ശിംശോനെ കുറിച്ചാണ്. ശിംശോൻ ആരാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ശിംശോനെ കുറിച്ച് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശിംശോൻ എന്ന് പറയുന്ന വ്യക്തി ഇസ്രായേല് ഫിലിസ്ത്യരുടെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ അവരെ വീണ്ടെടുക്കാനായിട്ട് ദൈവത്താൽ നിയമിക്കപ്പെട്ട, ജനനത്തിന് മുൻപേ വേർതിരിക്കപ്പെട്ട ഒരു ന്യായാധിപനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശക്തിയുടെ കുറച്ച് രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ രഹസ്യങ്ങൾ ആരോടും തുറന്നു പറയാൻ പാടില്ലായിരുന്നു. അത് മാത്രമല്ല, ആ ഒരു ആത്മീക രഹസ്യങ്ങൾ ഗൗരവമായി സൂക്ഷിക്കേണ്ടതായിരുന്നു. അതായത് താൻ വേർപാട് കാത്തു സൂക്ഷിക്കേണ്ട മേഖലകളുണ്ടായിരുന്നു. സൂക്ഷിക്കുക എന്നുള്ള പദമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ദിവസം തോറും അവൾ അവനെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ദിവസം തോറും എന്ന് പറയുന്ന, ദിവസേന എന്ന് പറയുന്ന ഒരു പദമാണല്ലോ നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ കണ്ടോ? ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത്? തൻ്റെ ഉള്ളം മുഴുവനും അവളോട് പറഞ്ഞു. ഉടനടി അവൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരെ വിളിച്ചു വരുത്തി ആ ജടയെല്ലാം മുറിച്ചതിന് ശേഷം പിടിച്ചുകൊണ്ട് ഗസയിലേക്ക് കൊണ്ടുപോയി. അവരതിനുശേഷം പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. എന്താണ് ആ വാക്കെന്നറിയാമോ? നമ്മുടെ ദേവൻ ഇവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നത്? അതെന്തായിരുന്നു? അത് തീർച്ചയായും ഒരു പൈശാചിക ശക്തി തന്നെയായിരുന്നു.
പല സമയങ്ങളിലും നമ്മൾ പിശാചിനെ ഭയപ്പെടുന്നവരാണ്. പിശാച് വരുന്നത് നോക്കിയിരിക്കും, ഇല്ലേ? ഈ പിശാച് എന്ന് പറയുന്നത് മുറിയുടെ സൈഡിൽ ഇരുട്ടിൽ പതിയിരിക്കുന്നതും പണ്ടൊക്കെ വാഴയുടെ ചുവട്ടിൽ ഇല ഇളക്കുന്നതും ഒക്കെയാണോ പിശാച്? ഒരിക്കലുമല്ല. പിശാചിനെ കുറിച്ച് ദൈവവചനത്തിന്റെ അകത്തുനിന്ന് ഞാൻ പഠിച്ചപ്പോൾ പിശാച് യഥാർത്ഥമായും അവന്റെ ശക്തി നിലനിൽക്കുന്നത് പാപത്തിൽ തന്നെയാണ്. പാപത്തിന്റെ വഴികളാണ് ദൈവ പദ്ധതിയിൽ നിന്ന് അകറ്റാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊന്നോ രണ്ടോ ദിവസം കൊണ്ട് പോകുന്നതല്ല, ദിവസം തോറുമുള്ളതാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറിപ്പോകാമായിരുന്നു. ഈ ദലീലയുടെ മടിയിലെ കിടപ്പ് അവസാനിപ്പിച്ച് ഇവളുടെ ഉദ്ദേശം ശരിയല്ല, ഇവള് എന്നെ കൊടുക്കാൻ വന്നതാണ് എന്ന് മനസ്സിലാക്കി ന്യായമായി ചിന്തിച്ച്, കാരണം ഈ ഒരു കാര്യം അറിയാൻ വേണ്ടി എന്തിനാണ് ഇവൾ ഇത്രയും ആഗ്രഹത്തോടെ, അല്ലെങ്കിൽ എന്തിനാണ് ഇവൾ ഇത്രയും താല്പര്യത്തോടെ ചോദിക്കുന്നതെന്ന് തിരിഞ്ഞൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി അവിടുന്ന് ഓടാമായിരുന്നു. പക്ഷേ താൽക്കാലികമായ ജഡിക സുഖത്തിനായിട്ട് എന്തു ചെയ്തു? തൻ്റെ ആത്മീക ജീവിതത്തെ അടിയറവ് വെച്ചു. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? ദൈവ പദ്ധതിയിൽ നിന്ന് തന്നെ മാറി നല്ലൊരു അന്ത്യം കിട്ടേണ്ട ഒരു മനുഷ്യന്റെ അന്ത്യം എന്ന് പറയുന്നത് വളരെ ദോഷകരമായ, മോശമായ ഒരു അന്ത്യത്തിലേക്ക് പോയി. മാവ് പിടിക്കേണ്ടി വന്നു, ഇല്ലേ? കണ്ണ് കുത്തിപ്പൊട്ടിക്കപ്പെട്ടു. അങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസാന മേഖലകളിലേക്ക് അദ്ദേഹം പോയി. ഈ ദിവസേന എന്ന് പറയുന്ന ഒരു പദമാണല്ലോ. രണ്ടാമത്തേത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ്. ആ വാക്യത്തിൽ യോസഫിന്റെ ജീവിതത്തിൽ ഇതേ കാര്യം സംഭവിച്ചു. 39:10 എടുത്ത് വായിച്ചാൽ മതി. ദിവസം പ്രതി അവൾ അവനെ നിർബന്ധിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദിവസം പ്രതി, അവിടെയും ദിവസം തോറുമാണ്. നിങ്ങൾ ചിന്തിച്ചോ എന്തിനാണ് ഇത് വന്നതെന്ന്? അതിനെ ഞാനൊരു ആത്മീക വിഷയമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മെസ്സേജിൽ പറഞ്ഞതുപോലെ യോസഫ് എന്ന് പറയുന്ന വ്യക്തി ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദൈവം ദർശനം കൊടുത്തു, ദൈവം ആലോചന കൊടുത്തു, ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിലേക്ക് എത്താതെ വണ്ണം തൻ്റെ ജീവിതത്തിൽ വന്ന ഒരു പാപത്തിന്റെ ശക്തിയായിരുന്നത്. അവിടെ അദ്ദേഹം വീണിരുന്നെങ്കിൽ തൻ്റെ അന്ത്യം എന്താകും വരുന്നത് ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഈ മാനിക്കപ്പെട്ടവരെയും ദൈവം ഉയർത്തിയവരെയും ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവരെയും ഒക്കെ നമ്മൾ കാണും. പക്ഷെ അവര് തരണം ചെയ്തു വന്ന വഴികൾ പലപ്പോഴും ആരും പറയാറില്ല. അപ്പം ഇവിടെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ അവളിൽ നിന്ന് ഓടി മാറുകയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദം കൂടെ ഇരിക്കാൻ പോലും തയ്യാറായില്ലെന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, കൂടെ ഇരിക്കാൻ പോലും, അരികെ ഇരിക്കാൻ പോലും തയ്യാറായില്ലെന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ഈ വീഴത്തില്ല എന്നൊരു ചിന്ത നല്ലതാണ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് പാടില്ല. കാരണം ഒരുപാട് പേരെ വീഴ്ത്തിയ ചരിത്രം ഇതിനുണ്ട്. പിശാചിനോട് എതിർത്ത് നിൽക്കണം, പക്ഷേ പാപത്തോട് ഓടി മാറണം. ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്, ഈ രണ്ട് ഭാഗം. അടുത്തത് മൂന്നാമത്തെ ഭാഗം എന്താണെന്നറിയാമോ? ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിശദമായ ഒരു മെസ്സേജ് ചെയ്യാം. കാരണം ഈ ഒരു 15 മിനിറ്റിൻ്റെ അകത്ത് എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. കാരണം കുറച്ചധികം ഭാഗങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദിവസേന മരിക്കുന്നു, ഐ ഡൈ എവരിഡേ. നാഴിക തോറും പ്രാണഭയത്തിൽ ആകുന്നു. ഇദ്ദേഹം ഇത് പറഞ്ഞത് പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിലാണ്. എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത കാര്യവും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഐ ഡൈ ഡെയിലി. ദിവസവും ഞാൻ മരിക്കുകയാണ്. എന്തിനാ ദിവസവും മരിക്കുന്നത്? ക്രിസ്തു വിശ്വാസിയെ ദിവസവും മരിക്കണം. ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് നിങ്ങളോട് പറയാം. അദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ, അത് കേൾക്കാനായിട്ട് താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. കർത്താവ് അനുവദിക്കുന്നത് പോലെ നമുക്ക് ആ ഒരു കാര്യത്തെയും ഗൗരവമായിട്ട് ചിന്തിക്കണം. കണ്ടോ, ദിവസവും മരിക്കുന്നു. ഒരുത്തൻ ദിവസം തോറും വന്ന ആ ഒരു പോരാട്ടം ഇല്ലേ? 2, മറ്റൊരു വ്യക്തി ദിവസേന നിർബന്ധിച്ചെന്നാണ്. ഞാൻ യോസഫിനെ കുറിച്ച് എനിക്ക് ഒത്തിരി ചിന്തകൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്.
കാരണം എല്ലാ സൗകര്യവും തനിക്കുണ്ടായിരുന്നു. ഈ പല സമയങ്ങളിലും പലരും പാപം ചെയ്യാത്തത് തന്നെ സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് അല്ലേ? സൗകര്യം നമ്മുടെ മുമ്പിൽ ഒരുങ്ങി വരുമ്പോൾ, സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ അനുകൂലമായിരിക്കുമ്പോൾ അവിടെ വിശുദ്ധിയോടെ നിൽക്കുന്നവനാണ് യഥാർത്ഥമായ ദൈവവൈദ്യൻ. അപ്പൊ നമ്മൾ ചിന്തിക്കും ഇതെല്ലാം പഴയ നിയമത്തിലാണെന്നില്ലേ? പുതിയ നിയമത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ തുയത്തൈര സഭയുടെ ദൂത് പറയുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവളെ നീ അനുവദിച്ചു കൊടുക്കും. ഈ ഇസബേൽ ആരാണ് സത്യത്തിൽ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വെളിപ്പാട് പുസ്തകം എഴുതിയത് AD 80-നും 95-നും ഇടയിലുള്ള കാലഘട്ടങ്ങളിലാണെന്നാണ് പറയുന്നത്. കൃത്യമായ ഡേറ്റ് അറിയില്ല. ചിലർ 90 പറയുന്നു, 95 പറയുന്നു. എന്തായാലും AD 90 കൂട്ടിക്കോ. ഇതിനും 800 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ. ഇസബേൽ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആഹാബിന്റെ ഭാര്യയായിരുന്നു ഇസ്രായേലിനെ മുഴുവനും ആത്മീക അനുഭവങ്ങളിൽ നിന്ന് തെറ്റായ വഴികളിലേക്ക് കൊണ്ടുപോകാൻ മുന്നിൽ നിന്ന ഒരു ജാതീയ സ്ത്രീയായിരുന്നു ഇസബേൽ. ആ ഇസബേൽ എങ്ങനെ വെളിപ്പാട് പുസ്തകത്തിലെ തുയത്തൈര സഭയിലെത്തി? എങ്ങനെ എത്തി? ചിലർ ചിന്തിക്കും പുനർജനനമാകും, ചിലർ ചിന്തിക്കും അവതാരമാകും. അവതാരവുമല്ല, പുനർജനനവുമല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഇരുളിൻ്റെ ശക്തിയുണ്ട്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. പെർഗമോസിലെ സഭയോട് പറയുന്ന ദൂതാണല്ലോ ബിലയാമിൻ്റെ ഉപദേശം. അപ്പോൾ അന്നത്തെ ബിലയാമിൻ്റെ ഉപദേശം ഇന്നിവിടെ വന്നു. ഈ ബിലയാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൃത്യമായ കണക്ക് നമുക്ക് ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെയും ഞാനതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ BC 1400 ആ സമയത്താണ്. എന്ന് പറഞ്ഞാൽ ഈ ഇസബേലിനും 600 വർഷം പിൻപിൽ ജീവിച്ച ഒരാളാണ് ബിലയാം. പക്ഷെ ബിലയാമിൻ്റെ ടീച്ചിങ്സും പെർഗമോസിൻ്റെ അകത്തെത്തി. ലോകത്തിലെ കാര്യമല്ല, ആത്മീകരുടെ ഇടയിലെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ തലമുറകളെ പഠിപ്പിക്കുകയും വളരെ ഗൗരവമായി ചിന്തിക്കുകയും വേണം. നമ്മുടെ മുമ്പിൽ നമ്മളെ സ്നേഹത്തോടെ വരുന്ന പല വഴികളും, നമ്മുടെ മുമ്പിൽ നമ്മളെ കോംപ്രമൈസ് ചെയ്യിക്കാനായി, നമ്മുടെ തീഷ്ണതകളെ കെടുത്തിക്കളയാനായി വരുന്ന പല ഓഫറുകളും ദൈവികമല്ലെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടത്തില്ല. അങ്ങനെ തെറ്റായ പല ബന്ധങ്ങളിലും ഒക്കെ പോയി ദൈവകൃപ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഈ ശുശ്രൂഷ ചെയ്യുന്നവനായ എൻ്റെ ജീവിതത്തിലും 1-2 അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഞാനതിനെക്കുറിച്ച് തുറന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവികമല്ലാത്ത ചില ആലോചനകൾ ചിലരുടെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് തന്നെ വന്നു. ഇതര മേഖലകളിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഞാൻ സ്നേഹത്തോടെ ഞാനതിനെ നിഷേധിച്ചു, വേണ്ട എന്ന് പറഞ്ഞു. അപ്പം അന്നൊന്നും എനിക്കതിൻ്റെ ഗൗരവാവസ്ഥ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ദൈവത്തിൻ്റെ വചനം പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പല തലമുറകളെയും തകർക്കാനായിട്ട് വരുന്നത് ഈ ഒരു മേഖലയാണ്. ഇതിനെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവമായി നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലങ്ങളുടെ നഷ്ടം നമുക്കുണ്ടാകും, സമയത്തിൻ്റെ നഷ്ടം നമുക്കുണ്ടാകും, ദൈവകൃപയിൽ നിന്ന് നമ്മൾ. അതുകൊണ്ട് നിശ്ചയമായിട്ടും നമ്മൾ നമ്മുടെ തലമുറകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെയും ഗൗരവത്തോടെ ഒരു ദൈവപൈതൽ വീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഐ ഡൈ ഡെയിലി, ഞാൻ ദിവസവും മരിക്കുന്നു, പൗലോസ് പറയുകയാണ്. മറ്റൊരിടത്ത് ഐ ട്രെയിൻ മൈ ബോഡി, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ഗൗരവമായിട്ട് നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടാകാൻ സാധ്യതകളുള്ള ഇത്തരത്തിലുള്ള തകർച്ചകളെ നമുക്ക് ഒഴിവാക്കാം. പാപത്തിൻ്റെ വഴികളെ മനസ്സിലാക്കാം. വിശുദ്ധിയിലും കൃപയിലും നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. വീണ്ടും അടുത്ത ഒരു സന്ദേശവുമായിട്ട് ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു.